ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഓൾ PSC എക്സാം ടിപ്സ്. പ്രീവിയസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ, ആ ചോദ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പിക്കുകൾ അതാണ് നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന ഒന്നാമത്തെ ചോദ്യം, ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടുന്ന ചോദ്യം എന്ന് പറയുന്നത് ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. അപ്പോൾ സന്യാസൻ കുബുന്താങ് എന്നാണ് ഒന്നാമത് കൊടുത്തിരിക്കുന്നത്. മാവോ സേത്തുങ് ലോങ് മാർച്ച് എന്ന് കൊടുത്തിട്ടുണ്ട്. മുസോളിനി റഷ്യൻസ് എന്നാണ് കൊടുത്തിരിക്കുന്നത് മൂന്നാമതായിട്ട്. ഓപ്ഷൻ എയിൽ 1, 3, ഓപ്ഷൻ ബിയിൽ 1, 2, ഓപ്ഷൻ സിയിൽ 1, 2, 3, ഓപ്ഷൻ ഡിയിൽ 3 എന്നിങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം പലർക്കെങ്കിലും അറിയാമായിരിക്കും. എന്നാൽ നമുക്ക് ഈ ഒരു ടോപ്പിക്ക് പഠിച്ച ശേഷം ഈ ഒരു ചോദ്യത്തിലേക്ക് വരാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഉത്തരം കേൾക്കുമ്പോൾ ഈ ഒരു ക്ലാസ് ഒരു സന്തോഷത്തോടു കൂടി അവസാനിപ്പിക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു ടോപ്പിക്കിലേക്ക് വരികയാണ്. ചൈനീസ് വിപ്ലവമാണ് നമ്മളിവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ SCR ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞു പോയിരിക്കുന്ന പോയിന്റുകളാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അതിൽ ആദ്യമായിട്ട് മഞ്ജു രാജവംശം, നമ്മൾ പരിചയപ്പെടുന്ന ഒരു രാജവംശമാണ് മഞ്ജു രാജവംശം. ചൈനീസ് വിപ്ലവ സമയത്ത് ചൈനയിലെ രാജവംശമാണ് എന്ന് പറയുന്നത് മഞ്ജു രാജവംശം എന്ന് പറയുന്നത്. അപ്പോൾ ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മഞ്ജു രാജവംശം. മഞ്ജു രാജവംശം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചൈനീസ് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. യൂറോപ്യൻ രാഷ്ട്രങ്ങളും അമേരിക്കയും ഉൾപ്പെട്ട കൊളോണിയൽ ശക്തികൾ ചൈനയിൽ സ്വീകരിച്ച നയമാണ് കറുപ്പ് വ്യാപാരവും തുറന്ന വാതിൽ നയവും എന്ന് പറയുന്നത്. അപ്പോൾ കറുപ്പ് വ്യാപാരം തുറന്ന വാതിൽ നയം എന്ന് പറയുന്നത് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വെച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ചൈനീസ് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ യൂറോപ്യൻ രാഷ്ട്രങ്ങളും അമേരിക്കയും ഉൾപ്പെട്ട കൊളോണിയൽ ശക്തികൾ ചൈനയിൽ സ്വീകരിച്ച നയമാണ് എന്ന് പറയുന്നത് കറുപ്പ് വ്യാപാരവും തുറന്ന വാതിൽ നയവും എന്ന് പറയുന്നത്. ഇനി SCRT പറഞ്ഞിരിക്കുന്ന 3 ഇതാണ്. പട്ട്, തേയില, മൺപാത്രങ്ങൾ എന്നിവയാണ് ആ ഒരു കാലഘട്ടത്തിൽ ചൈനയിലേക്ക് കയറ്റുമതി ചെയ്തിരുന്ന ഉൽപ്പന്നങ്ങൾ. ആ ഒരു കാലഘട്ടത്തിൽ ചൈനയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളാണ് പട്ട്, തേയില, മൺപാത്രങ്ങൾ എന്നീ പേരുകൾ ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുന്നത് ഈ ഒരു സമയത്ത് ചൈനയിലേക്ക് ഇറക്കുമതി ചെയ്തിരുന്നത്, യൂറോപ്പിൽ നിന്നൊക്കെ ചൈനയിലേക്ക് ഇറക്കുമതി ചെയ്തിരുന്നത് കറുപ്പ് എന്ന് പറയുന്ന ലഹരി പദാർത്ഥമായിരുന്നു. കറുപ്പെന്ന ലഹരി പദാർത്ഥമായിരുന്നു എന്ന കാര്യം ഓർക്കുക. ഇനി യൂറോപ്യൻ വ്യാപാരികൾക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യാൻ വേണ്ടിയിട്ട് ചൈന ഒരു തുറമുഖം തുറന്നു കൊടുത്തിരുന്നു. ആ തുറമുഖമാണ് കാന്റൺ തുറമുഖം. ഏതാണ് ആ തുറമുഖത്തിൻ്റെ പേര്? കാന്റൺ തുറമുഖമാണ്. എന്നാൽ മറ്റൊരു തുറമുഖമാണ് നാൻജിങ് എന്ന് പറയുന്ന തുറമുഖം. ഈ തുറമുഖത്തിലേക്ക് കറുപ്പുമായി വന്ന ബ്രിട്ടീഷ് കപ്പൽ എന്ത് ചെയ്യാണ്? ചൈനീസ് ഭരണകൂടം തടയുകയാണ്. അപ്പോൾ ആ തടഞ്ഞ തുറമുഖം ഏതാണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് നാൻജിങ് തുറമുഖമാണ്. ഇതിനെ തുറന്നാണ് എന്ത് വരുന്നത്? കറുപ്പ് യുദ്ധം അവിടെ പൊട്ടിപ്പുറപ്പെടുന്നത്. അപ്പോൾ ഈ കറുപ്പ് യുദ്ധം നടക്കുന്ന ആരൊക്കെ തമ്മിലാണ്? ചൈനയും അതുപോലെ തന്നെ ബ്രിട്ടനും തമ്മിലാണെന്ന് ആരും ഓർത്തിരിക്കുക. ആരൊക്കെ തമ്മിലാണ്? ചൈനയും ബ്രിട്ടനും തമ്മിലാണ് എന്ത് നടക്കുന്നത്? കറുപ്പ് യുദ്ധം നടക്കുന്നത്. ഇനി രണ്ടാം കറുപ്പ് യുദ്ധമുണ്ട് 1856-60 കാലഘട്ടത്തിൽ. ബ്രിട്ടനും ഫ്രാൻസും ചൈനയും തമ്മിലാണ് ഈ ഒരു യുദ്ധം നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ടത് കറുപ്പ് യുദ്ധം എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചൈനീസ് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നാൻജിങ് തുറമുഖം കറുപ്പുമായി വന്ന ബ്രിട്ടീഷ് കപ്പൽ ചൈനീസ് ഭരണകൂടം തടഞ്ഞ തുറമുഖമാണ്. അതുപോലെ നമ്മൾ പറഞ്ഞ മറ്റൊരു തുറമുഖമാണ് കാന്റൺ എന്ന് പറയുന്ന തുറമുഖം. യൂറോപ്യൻ വ്യാപാരികൾക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുവാൻ ചൈന തുറന്നു കൊടുത്ത തുറമുഖമാണ് കാന്റൺ എന്ന തുറമുഖം. ഇനി നമ്മൾ അടുത്തായിട്ട് ഇവിടെ പറയുന്നത് തുറന്ന വാതിൽ നയമാണ്. അപ്പോൾ തുറന്ന വാതിൽ നയം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചൈനീസ് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സിമ്പിളായിട്ടൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ തുറന്ന വാതിൽ നയം എന്ന് പറഞ്ഞാൽ എന്താണ്? 19-ാം നൂറ്റാണ്ടിൽ അവസാന ഘട്ടത്തിൽ ചൈനയിൽ വ്യാപാരാനുകൂല്യങ്ങൾ കരസ്ഥമാക്കാനായിട്ട് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ ഹേ പ്രഖ്യാപിച്ച നയമാണ് എന്ത്? തുറന്ന വാതിൽ നയം എന്ന് പറയുന്നത്. അപ്പോൾ തുറന്ന വാതിൽ നയം എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതേവരെ ഈ പറയുന്ന ചൈനയുടെ കമ്പോളത്തിൽ യാതൊരു വിധത്തിലുള്ള സ്വാധീനവും ഉണ്ടായിരുന്നില്ലാത്ത അമേരിക്ക അവർക്ക് സ്വാധീനം ഉറപ്പിക്കാൻ വേണ്ടി പ്രഖ്യാപിച്ചാണ് എന്ന് പറയുന്നത് തുറന്ന വാതിൽ നയം എന്ന് പറയുന്നത്. ആരാണ് ഇത് പ്രഖ്യാപിക്കുന്നത് വെച്ചാൽ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ജോൺ ഹേ ആണ് ഈ ഒരു നയം പ്രഖ്യാപിക്കുന്നത്. ചൈനയുടെ കമ്പോളത്തിൽ എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവകാശവും അവസരവും ഉണ്ടെന്ന അമേരിക്കൻ വാദത്തിൻ്റെ ഒരു അടിസ്ഥാനമാണ് ഏതെന്ന് പറയുന്നത് തുറന്ന വാതിൽ നയം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? ചൈനയുടെ കമ്പോളത്തിൽ എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവകാശവും അവസരവും ഉണ്ടെന്ന അമേരിക്കൻ വാദത്തിൻ്റെ അടിസ്ഥാനമാണ് ഏതെന്ന് പറയുന്നത് തുറന്ന വാതിൽ നയം എന്ന് പറയുന്നത്. ഇതിലൂടെ എന്താണ്? അമേരിക്ക ചൈനയിൽ ഇടപെടാൻ ഒരു അവസരം ഒരുക്കി. അമേരിക്കയ്ക്ക് എന്താണ്? ചൈനയിൽ ഇടപെടാനായിട്ട് ഒരു അവസരം ഒരുക്കി. അപ്പോൾ നമ്മളോട് പറയേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്തൊക്കെയാണ്? തുറന്ന വാതിൽ നയം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ആണോ ബന്ധപ്പെട്ടിരിക്കുന്നത്? അല്ല, അതൊരു ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് തുറന്ന വാതിൽ നയം എന്ന് പറയുന്നത്. 1899, 1900 കാലഘട്ടത്തിൽ ഇതാരാണ് പ്രഖ്യാപിക്കുന്നത്? അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയായ ജോൺ ഹേ ആണ് ഇത് പ്രഖ്യാപിക്കുന്നത്. ഇനി അടുത്ത നമ്മൾ എന്താണ് ഓർത്തിരിക്കേണ്ടത്? ഏത് നയത്തിലൂടെയാണ് അമേരിക്കയ്ക്ക് ചൈനയിൽ ഇടപെടാൻ അവസരം ഒരുക്കിയെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് തുറന്ന വാതിൽ നയമാണെന്നവരും ഓർത്തിരിക്കുക. ഇനി അടുത്തത് ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ബോക്സർ കലാപം. 1900 നടക്കുന്നത്. അപ്പോൾ ബോക്സർ കലാപം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു?
ഉത്തരമായിട്ട് വരേണ്ടത് ചൈനീസ് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. മഞ്ജു രാജവംശം നമ്മൾ പഠിച്ചു. ചൈനീസ് വിപ്ലവം നടക്കുമ്പോൾ ചൈനയിലെ രാജവംശമാണ് മഞ്ജു രാജവംശം. ആ മഞ്ജു രാജവംശം വിദേശ ഇടപെടലിനും ആധിപത്യത്തിനും ഒരു അനുകൂല നിലപാടാണ് സ്വീകരിച്ചത്. ഇതിനെതിരായിട്ട് ചൈനയിൽ ഉയർന്നു വന്നതാണ് ബോക്സർ കലാപം എന്ന് പറയുന്നത്. ചൈനീസ് വിപ്ലവത്തിന് പ്രചോദനമായ കലാപമാണ് ഇത് ബോക്സർ കലാപം. ഇതിൻ്റെ മുദ്ര എന്താണെന്ന് വെച്ചാൽ, സിമ്പിൾ എന്താണെന്ന് വെച്ചാൽ, ബോക്സർമാരുടെ മുഷ്ടിയായിരുന്നു ബോക്സർ കലാപത്തിൻ്റെ മുദ്ര എന്ന് പറയുന്നത്. അപ്പോൾ ബോക്സർ കലാപത്തിൻ്റെ മുദ്ര എന്തായിരുന്നു? ബോക്സർമാരുടെ മുഷ്ടിയാണ്. ബോക്സർ കലാപം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബോക്സർ കലാപം ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ബോക്സർ കലാപം ആർക്കെതിരെയായിരുന്നു? മഞ്ജു രാജവംശത്തിൻ്റെ ദുർഭരണത്തിന് എതിരായിട്ടുമായിരുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടുന്നു സൺ യാറ്റ്സൻ. ഡോക്ടർ സൺ യാറ്റ്സന്റെ നേതൃത്വത്തിൽ മഞ്ജു രാജവംശത്തിനെതിരായിട്ട് 1911 എന്നാണ് ചൈനയിൽ വിപ്ലവം നടക്കുന്നു. അങ്ങനെ 1911 ഈ ചൈനയിൽ വിപ്ലവം നടക്കുന്നു. ആ ചൈന വിപ്ലവം നടന്നതിനെ തുടർന്ന് രാജവാഴ്ച എന്ത് ചെയ്യാണ്? അന്ത്യം കുറിക്കുകയാണ്. അങ്ങനെ ദക്ഷിണ ചൈനയിലെ സന്യാസന്റെ നേതൃത്വത്തിൽ കുമിന്താം പാർട്ടി എന്നാണ് ഒരു റിപ്പബ്ലിക്കൻ ഭരണം സ്ഥാപിക്കുകയാണ്. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ: ഒന്ന്, സന്യാസൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പേര്, 1911 എന്ന് പറയുന്ന വർഷം ഓർത്തിരിക്കുക. ദക്ഷിണ ചൈനയിലെ റിപ്പബ്ലിക്കൻ ഭരണം സ്ഥാപിക്കുകയാണ്. അപ്പോൾ ചൈന റിപ്പബ്ലിക് ആയതെന്നാണ് സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. 1911. പക്ഷെ നമ്മളീ അങ്ങോട്ട് പഠിക്കും ചൈന ജനകീയ റിപ്പബ്ലിക് ആയതെന്നാണ്. അപ്പോൾ അവിടെ നമ്മൾ വേറൊരു തീയതി ആയിരിക്കും നമ്മൾ പഠിക്കുക. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ പരസ്പരം എന്ത് ചെയ്യാൻ പാടില്ല? കൺഫ്യൂഷൻ വരാൻ പാടില്ല. അപ്പോൾ ഓർത്തിരിക്കുക, 1911 ചൈന റിപ്പബ്ലിക്കായി. ആരുടെ നേതൃത്വത്തിൽ? ഡോക്ടർ സന്യാസിൻ്റെ നേതൃത്വത്തിൽ. അദ്ദേഹം ഏത് പാർട്ടിയാണ്? കുമിന്താങ് പാർട്ടിയാണ്. ആരെയാണ് പരാജയപ്പെടുത്തിയത്? മഞ്ജു രാജവംശത്തെയാണ്. ആരെയാണ് പരാജയപ്പെടുത്തിയത്? മഞ്ജു രാജവംശത്തെയാണ് പരാജയപ്പെടുത്തിയത് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ ഇത്രയും പോയിന്റുകൾ ഓർത്തിരിക്കും. ഡോക്ടർ സന്യാസൻ, അദ്ദേഹത്തിൻ്റെ പാർട്ടി കുമിന്താങ് പാർട്ടി. ആ കുമിന്താങ് പാർട്ടിയാണ് മഞ്ജു രാജവംശത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് അധികാരത്തിലേക്ക് വരുന്നത്. വർഷം ചോദിച്ചാൽ 1911. എന്നാണ് ചൈന റിപ്പബ്ലിക്കായെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് 1911 കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടുത്ത പരിചയപ്പെടുന്നത് സന്യാസൻ പ്രാധാന്യം നൽകിയ ആശയങ്ങൾ. കൃത്യമായിട്ട് SCRT ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞു പോകുന്നതാണ്. ഒപ്പം പരീക്ഷയ്ക്ക് എത്രയോ തവണ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത്. ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം എന്നിവയ്ക്കാണ് ആര് പ്രാധാന്യം നൽകിയത്? സന്യാസൻ പ്രാധാന്യം നൽകിയത്. അപ്പോൾ ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം എന്നീ 3 ആശയങ്ങൾക്ക് പ്രാധാന്യം നൽകിയത് ആരാണ്? സന്യാസൻ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. സന്യാസൻ ആണ് എന്തിന് പ്രാധാന്യം നൽകിയത്? നമ്മുടെ ദേശീയത, അതുപോലെ തന്നെ ജനാധിപത്യം, അതുപോലെ സോഷ്യലിസം, ഈ 3 ആശയങ്ങൾക്ക് അദ്ദേഹം പ്രാധാന്യം നൽകി. ഈ കാലഘട്ടത്തിൽ റഷ്യയുടെ സഹായത്താൽ ചൈനയിൽ എന്ത് രൂപം കൊള്ളുകയാണ്? നമ്മുടെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടു 1921. അപ്പോൾ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടെന്നാണ് 1921. ചൈന റിപ്പബ്ലിക് ആയതെന്നാണ് 1911. ഡോക്ടർ സന്യാസൻ 1925 എന്നാണ് അന്തരിച്ചു. അതിനുശേഷം ഈ കുമിന്താങ് പാർട്ടിയുടെ ആ ഒരു നേതൃത്വത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന വ്യക്തി ചിയാങ് കൈഷക്കാണ്. അന്നേ വരെ എന്തായിരുന്നോ സന്യാസൻ ആ ഒരു രാജ്യത്തോട് ചെയ്യുന്നത്, അതിൻ്റെ നേർവിപരീതമാണ് ആര് ചെയ്യുന്നത്? ചിയാങ് കൈഷക്ക് ചെയ്യുന്നത്. ജനാധിപത്യപരമായ രീതിയിൽ മുന്നോട്ട് പോയിരുന്ന ചൈന അതിനുശേഷം ചിയാങ് കൈഷക്ക് വന്നതോടുകൂടി ഏകാധിപത്യ ഭരണത്തിന് കീഴിലേക്ക് വരികയാണ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ഇതിനെതിരായിട്ടൊരു പ്രക്ഷോഭം അവിടെ ഉയരപ്പെടുമല്ലോ. അങ്ങനെ ആ ഒരു പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് മാവോ സേതുങ്. അപ്പോൾ ഇവിടെ ഇദ്ദേഹം ഏത് പാർട്ടിയാണ്? കുമിന്താങ് പാർട്ടിയാണ്. ഒരു കാലഘട്ടത്തിൽ മഞ്ജു രാജവംശമായിരുന്നു. ആ മഞ്ജു രാജവംശത്തെ പരാജയപ്പെടുത്തി കുമിന്താങ് പാർട്ടി വരുന്നു. ഇനി കുമിന്താങ് പാർട്ടിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആര് വരികയാണ്? ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലേക്ക് വരികയാണ്. അപ്പോൾ ആ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നേതൃത്വം കൊടുത്ത വ്യക്തി ആരാണ്? മാവോ സേതുങ് ആണ്. അപ്പോൾ കുമിന്താങ് പാർട്ടി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ സന്യാസനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതേസമയത്ത് മാവോ സേതുങ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പരസ്പരം മാറിപ്പോയത്. ഇനി ലോങ് മാർച്ച്. അപ്പോൾ ഈ പറഞ്ഞ ഈ ദുർഭരണത്തിനെതിരായിട്ട് ആര് ലോങ് മാർച്ച് സംഘടിപ്പിക്കുകയാണ്? മാവോ സേതുങ് ലോങ് മാർച്ച് സംഘടിപ്പിക്കുകയാണ്. ഓർത്തിരിക്കുക, ലോങ് മാർച്ച് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മാവോ സേതുങ്ങുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 1934 കമ്മ്യൂണിസ്റ്റുകൾ മാവോയുടെ നേതൃത്വത്തിൽ തെക്കൻ ചൈനയിലെ കിയാങ്സിയിൽ നിന്ന് പടിഞ്ഞാറ് യെനനിൽ വരെ നടത്തിയ യാത്രയാണ് എന്തെന്ന് പറയുന്നത്? ലോങ് മാർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ കിയാങ്സി മുതൽ പടിഞ്ഞാറ് എനാനിൽ വരെ നടത്തിയ ആ ഒരു ലോങ് മാർച്ചിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലോങ് മാർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പരിചയപ്പെട്ടത് ലോങ് മാർച്ച്. ഏത് വർഷം? 1934-35 വർഷം. 1934-35 വർഷത്തിൽ ലോങ് മാർച്ച് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു?
ഉത്തരമായിട്ട് വരേണ്ടത് ചൈനീസ് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതിന് നേതൃത്വം നൽകിയത് ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് മാവോയാണ്. മാവോ സേത്തുങ്ങാണ് ഇതിന് നേതൃത്വം നൽകുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ചൈനയിലെ കിയാങ്സിയിൽ നിന്ന് പടിഞ്ഞാറ് യനാനിൽ വരെയാണ് എന്ത് നടക്കുന്നത്, ഈ പറയുന്ന ലോങ് മാർച്ച് നടക്കുന്നത്. അത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുക. 1934 ലോങ് മാർച്ച് സംഘടിപ്പിക്കുന്നു. ആർക്കെതിരായിട്ട്? ചിയാങ് കൈഷക്കിന്റെ ദുർഭരണത്തിനെതിരായിട്ട്, കുമിന്താങ് പാർട്ടിയുടെ ദുർഭരണത്തിനെതിരായിട്ട് മാവോയുടെ നേതൃത്വത്തിലാണ്. മാവോയുടെ നേതൃത്വത്തിൽ തെക്കൻ ചൈനയിലെ കിയാങ്സിയിൽ നിന്ന് പടിഞ്ഞാറ് യനാനിൽ വരെയാണ് ഈ ഒരു യാത്ര നടത്തുന്നത്. ഈ ഒരു യാത്ര അവസാനിക്കുന്നത് 1935 കാര്യം ഓർത്തിരിക്കുക. അങ്ങനെ ഈ ഒരു യാത്രയെ തുടർന്ന് ഇദ്ദേഹം ഈ ലോങ് മാർച്ച് നടത്തുന്നു. ആ പാതയിലൂടെ കടന്നു പോകുന്ന വഴികളിലൊക്കെ എന്താണ് ഇദ്ദേഹം എന്ത് ചെയ്യാണ്, അവിടെയുള്ള സ്ഥലങ്ങളൊക്കെ ഇദ്ദേഹം പിടിച്ചെടുക്കുകയാണ്. അതായത് ഈ പാർട്ടിക്ക് കീഴിലേക്ക് വരികയാണെന്ന കാര്യം പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഇദ്ദേഹത്തിന്റെ കീഴിലുള്ള ഒരു സേനയാണ് ഇത് ചുവപ്പ് സേന എന്ന് പറയുന്നത്. അപ്പൊ ചുവപ്പ് സേന എന്ന് പറയുന്നത് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മാവോ സേത്തുങ്ങുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ചുവപ്പ് സേന എന്ന് പറയുന്നത് മാവോ സേത്തുങ്ങുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ ചുവപ്പ് സേന ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മാവോ സേത്തുങ്ങുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ചിയാങ് കൈഷക്ക് കുമിന്താങ് പാർട്ടിയാണ്. അപ്പൊ ഈ ലോങ് മാർച്ചിനൊക്കെ ശേഷം എന്താണ്, കുമിന്താങ് പാർട്ടി അവിടെ നിന്ന് അധികാരം വിട്ടുപോവുകയാണ്. ചിയാങ് കൈഷക്ക് പരാജയപ്പെട്ടു പോവുകയാണ്. അങ്ങനെ അദ്ദേഹം എവിടേക്ക് രാഷ്ട്രീയ അഭയം തേടിപ്പോയി? തായ്വാനിലേക്ക് രാഷ്ട്രീയ അഭയം തേടിപ്പോകുന്നു. അങ്ങനെ 1949 ഒക്ടോബർ 1 ജനകീയ ചൈന റിപ്പബ്ലിക്കായി. അപ്പൊ എന്നാണ് ചൈന റിപ്പബ്ലിക്കായെന്ന് വെച്ചാൽ 1911. എന്നാൽ ചൈന ജനകീയ റിപ്പബ്ലിക് ആയതെന്ന് വെച്ചാൽ 1949 ഒക്ടോബർ 1 കാര്യം ഓർത്തിരിക്കുക. ഇവിടെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. 1911 ചൈന റിപ്പബ്ലിക്കായി. 1949 ഒക്ടോബർ 1 എന്ത്, ചൈന ജനകീയ റിപ്പബ്ലിക് ആയതെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ചൈന റിപ്പബ്ലിക് ആവുന്നത് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വെച്ചാൽ സന്യാസനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അവിടെ അധികാരത്തിൽ വന്നത് കുമിന്താങ് പാർട്ടി. അതിനുശേഷം സന്യാസൻ അന്തരിച്ചു. അതിനുശേഷം ചിയാങ് കൈഷക് വന്നു. അദ്ദേഹത്തിനെതിരായിട്ട് നടന്നതാണ് ഈ ലോങ് മാർച്ചും അതുപോലെ തന്നെ ഈ സന്യാസൻ കഴിഞ്ഞ് പിന്നെ വന്ന മാവോ സേത്തുങ്ങിന്റെ ആ ഒരു പ്രക്ഷോഭം എന്ന് പറയുന്നത്. അങ്ങനെ ഈ പറയുന്ന മാവോ സേത്തുങ്ങിന്റെ ഒക്കെ നേതൃത്വത്തിൽ ചൈന എന്ത് ചെയ്യാണ്, ജനകീയ റിപ്പബ്ലിക്കാണ്. 2 ടേം ഓർത്തിരിക്കണം. ചൈന റിപ്പബ്ലിക്കായെന്ന് വെച്ചാൽ 1911, ജനകീയ റിപ്പബ്ലിക്കായെന്ന് വെച്ചാൽ 1949 ഒക്ടോബർ 1 അങ്ങനെ അധികാരം തോക്കിൻ കുഴലിലൂടെ എന്ന വാക്ക് പരീക്ഷയിൽ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. മാവോ സേത്തുങ്ങിന്റെ ആണ്. ദ ലിറ്റിൽ റെഡ് ബുക്ക് എന്ന ബുക്കിൽ ആരുടെ രചനകളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വെച്ചാൽ മാവോ സേത്തുങ്ങിന്റെ രചനകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ചുവപ്പ് സേന ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മാവോ സേത്തുങ്ങുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. കുമിന്താങ് പാർട്ടി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സന്യാസനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചൈനീസ് റിപ്പബ്ലിക്കൻ പാർട്ടി, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മാവോ സേത്തുങ്ങുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ 1911 ചൈന റിപ്പബ്ലിക്കായി. ചൈന ജനകീയ റിപ്പബ്ലിക്കായി എന്നാണ് 1949 ഒക്ടോബർ 1 ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത്. ലോങ് മാർച്ച് 1934 എവിടെ മുതൽ എവിടം വരെയാണ്? കിയാങ്സി മുതൽ പടിഞ്ഞാറ് യനാനിൽ വരെയാണ്. 1935 ഇത് അവസാനിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പരിചയപ്പെടുന്നത്. നമ്മൾ ആ ചോദ്യത്തിലേക്ക് നമ്മളൊന്ന് തിരിച്ചു വരികയാണ്. അവിടെ നമ്മൾ പരിചയപ്പെട്ടത് ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക എന്നാണ്. ഇപ്പോൾ ഇവിടെ നോക്കുക, സന്യാസൻ എന്ന് പറയുന്നത് കുമിന്താങ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. സന്യാസൻ അതുപോലെ തന്നെ മാവോ സേത്തുങ് എന്ന് പറയുന്നത് ലോങ് മാർച്ച് എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സന്യാസൻ എന്ന് പറയുന്നത് കുമിന്താങ് ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ നോക്കുക, സന്യാത്ത് എന്ന് പറയുമ്പോൾ ഇവിടെ താ കണ്ടോ, താ പലക്കെങ്കിലും ഒരു കൺഫ്യൂഷൻ വരാറുണ്ട്. ഈ പറയുന്ന കുമിന്താങ് പാർട്ടിയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണോ മാവോ സേത്തുങ് അല്ലെങ്കിൽ സന്യാസൻ? അങ്ങോട്ടും ഇങ്ങോട്ടും പരീക്ഷകളിൽ ഇരിക്കുമ്പോൾ പലർക്കെങ്കിലും ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി സന്യാസൻ എന്നാണ് പറയുക, സന്യാസൻ. അപ്പോൾ ആ തായും കുമിന്താങ്ങിലെ തായും തമ്മിലൊന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. സന്യാത്ത് എന്ന് പറയുമ്പോൾ അവസാനിക്കുന്നത് നമ്മൾ ആ താ ഒരു സ്ട്രെസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ അവിടെ അവസാനിപ്പിക്കുക. അപ്പോൾ അവിടെ എന്താണ്, കുമിന്താങ് എന്ന് പറയുമ്പോഴും അവിടെ എന്താണ്, തായിൽ ഒരു ഇത് കൊടുത്തിട്ടായിരിക്കും നമ്മൾ ആ പേരും അവസാനിപ്പിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ടൊന്ന് കണക്ട് ചെയ്ത് വെക്കാം. ഇനി മാവോ സേത്തുങ് എന്ന് പറയുമ്പോൾ എന്താണ്, ലോങ് മാർച്ചുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ചൈന ജനകീയ റിപ്പബ്ലിക് ആയപ്പോൾ അധികാരത്തിൽ വരുന്ന മാവോ സേത്തുങ്ങാണ്. റിപ്പബ്ലിക് ആയപ്പോൾ അധികാരത്തിൽ വന്ന ആരാണ്? അവിടെ സന്യാസം എന്ന പേരാണ് ഓർത്തിരിക്കുന്നത്. അപ്പോൾ ഈ 2 സംഭവം എന്താണ്, ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. എന്നാൽ മുസോളിനി ഇതുമായി ബന്ധപ്പെട്ട വ്യക്തിയല്ല. അപ്പോൾ ഇത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. 3 തെറ്റാണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് തെറ്റാണ്, സി എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് തെറ്റാണ്, ഡി എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് എന്താണ്, തെറ്റാണെന്ന് പറയാം. ഈ 1ാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ മുസോളിനി ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട വ്യക്തിയല്ല എന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ സിമ്പിളായിട്ട് ഉത്തരത്തിലേക്ക് എത്താം. ഓപ്ഷൻ ബി ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ ഈ ഒരു ക്ലാസ് കണ്ട ശേഷം ഈ ഒരു ചോദ്യം കണ്ടപ്പോൾ പലർക്കെങ്കിലും നേരത്തെ ഉത്തരം അറിയായിരിക്കും. അറിയാത്തവരുണ്ടായിരുന്നെങ്കിൽ അവർക്കിപ്പോൾ ഉത്തരം കിട്ടിയിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഓരോ ചോദ്യങ്ങൾ എടുക്കുന്നു, ആ ചോദ്യവുമായി ബന്ധപ്പെട്ട് പഠിച്ച കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ ഇത് ഗുണപ്രദമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ നിങ്ങളാണ് കമൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഗുണപ്രദം ആയിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഓരോ ക്ലാസ്സുകൾ നിങ്ങളുടെ മുന്നിലേക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് വേണോ വേണ്ടയോ എന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതായത് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ എന്നൊന്നും കൂടെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത ഒരു ക്ലാസ്സുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ഒപ്പം ഈ ഒരു നോട്ട്ബുക്കിൻ്റെ പേജ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തേക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. ഞാൻ എഴുതിയ നോട്ടാണ്. അപ്പോൾ ആ ഒരു എഴുത്തിന് അത്ര വലിയ വൃത്തിയൊന്നും ഉണ്ടാവില്ല. പക്ഷേ ആർക്കെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഗുണപ്രദമായിരിക്കും. മനസ്സിലാവുന്നൊക്കെ ഉണ്ട് അല്ലേ, നമുക്ക് കാണുമ്പോൾ കുറച്ചൊക്കെ മനസ്സിലാവുന്നൊക്കെ ഉണ്ട്. അത്ര വലിയ ഹാൻഡ് റൈറ്റിംഗ് ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ ജസ്റ്റ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ക്ലാസ് കണ്ടു കഴിയുമ്പോൾ പിന്നെ ഇത് നോക്കി കഴിയുമ്പോൾ ജസ്റ്റ് റിവിഷൻ ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും ഗുണപ്രദമായിരിക്കും ഈ ഒരു ടോപ്പിക്ക്. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.